സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ ജനകീയ പ്രതിഷേധമുയർത്തിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും റിസർവ് ബാങ്ക് മേഖലാ ഓഫീസിന് മുന്നിൽ ഉപവസിച്ചത്. രാവിലെ പാളയം രക്സാക്ഷി മണ്ഡപത്തിൽ നിന്നും പ്രകടനമായി എത്തിയാണ് സത്യാഗ്രഹം ആരംഭിച്ചത്. CPIM ദേശീയ നേതാക്കളടക്കം ഇടതുമുന്നണിയുടെ നേതൃനിരയും സത്യാഗ്രഹത്തിൽ പങ്കാളികളായി. നോട്ട് പിൻവലിക്കുന്നത് സമചിത്തതയുള്ള ഭരണാധികാരിക്ക് ചേർന്ന നടപടിയല്ലെന്ന് പിണറായി കുറ്റപ്പെടുത്തി. പക്ഷേ കള്ളപ്പണം തടയാനെന്ന പേരിൽ സ്വീകരിച്ച നടപടി ഒരു സമചിത്തതയുള്ള ഭരണാധികാരിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന നടപടിയായിരുന്നോ എന്ന് ഇതിന് നേതൃത്വം കൊടുത്തവർ ആലോചിക്കുന്നത് നല്ലതാണ്. രാഷ്ട്രീയ ഗൂഢലക്ഷ്യവുമായി സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിച്ചാൽ നടക്കില്ലെന്നും കുമ്മനം രാജശേഖരനെ പേരെടുത്ത് പറഞ്ഞ് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ മേക്കിട്ട് കയറാൻ വന്നാൽ അതിനെ ശക്തമായി എതിർക്കും. ഈ കേരളത്തിലെ സഹകരണ മേഖലയെ എന്തിന് തകർക്കാൻ വരുന്നു എന്ന കാര്യം രാജശേഖര ഞങ്ങൾക്കും അതിനെക്കുറിച്ച് അറിയാം എന്താ ഉദ്ദേശം. ഇടതുകക്ഷികളുടെ വിവിധ പോഷക സംഘടനകൾ ചെറുപ്രകടനമായി എത്തി സത്യാഗ്രഹ സമരത്തെ അഭിവാദ്യം ചെയ്തു. ശിവസേന സംസ്ഥാന കമ്മിറ്റിയും സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചെത്തി. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സമര ചരിത്രത്തിൽ അപൂർവമായാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യാഗ്രഹം ഇരിക്കാറുള്ളത്. റിപ്പോർട്ടർ തിരുവനന്തപുരം.